എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മളുടെ ചാനിനെ ഹരാനെ കാണിച്ചുകൊണ്ടാണ്. ഇവിടെയായിട്ട് ഹരാൻ വന്നിട്ട് ചോദിക്കും, നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് ഈ പേന വന്നത് എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഹരാൻ്റെ കയ്യിലായിട്ട് 2 പേന ഉണ്ടായിരുന്നല്ലോ. ഇത് കാണുന്ന ചാൻ ആദ്യമേ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ ഇവിടെ പറയാൻ തുടങ്ങും, യഥാർത്ഥത്തിൽ ഈ പേനയാണെങ്കിൽ ഞാൻ US പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു നിൻ്റെ കയ്യിലിരുന്ന പേന ഇതാണല്ലോ എന്ന്. നിനക്കത് ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അതേ മോഡലിൽ ഒരു പേന ചെയ്യിച്ചത് എന്ന്. ഇവിടെ നമ്മളുടെ ഹരാൻ്റെ ഡൗട്ടെന്ന് വെച്ചാൽ ആ പേനയ്ക്കകത്ത് എഴുതിയിരുന്ന ആ ഒരു പേരില്ലേ, അതെങ്ങനെയാണ് അവൻ കറക്റ്റായിട്ട് എഴുതിയത്. ഉടനെ തന്നെ ചാൻ പറയും, ഞാൻ ആദ്യമായിട്ട് നിന്നെ കണ്ട സമയത്ത് നിൻ്റെ പേന എൻ്റെ കൈ കിട്ടിയില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ആ പേര് ശ്രദ്ധിച്ചായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ അതേപോലെ തന്നെ ഒരു പേന ക്രിയേറ്റ് ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹരാൻ പറയും, നീ ഇത് ആദ്യമേ എൻ്റെ അടുത്ത് തുറന്നു പറയേണ്ടതായിരുന്നില്ലേ, വെറുതെ ഞാൻ കൺഫ്യൂസ്ഡായി. ഞാൻ വിചാരിച്ചു ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ട് എന്ന്. എന്തായിരുന്നാലും ഇപ്പം ഞാൻ ഓക്കെ ആയെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹരാൻ അവിടെ സമാധാനിക്കും. 2 പേരുടെ ഇടയിലുള്ള ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മുടെ കഫേയിലെ അങ്കിളിനെ കാണിക്കും. അങ്കിളാണെങ്കിൽ നമ്മുടെ ഈ മുത്തശ്ശിയെടുത്ത് ചോദിക്കും, നിനക്ക് എന്താ പറ്റിയത്? നീ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കൊച്ചു കുട്ടികൾ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ മുത്തശ്ശിയാണെങ്കിൽ സത്യമൊന്നും തുറന്നു പറയാൻ റെഡിയേ ആയിരുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഹരാനെയാണ്. അവളെ വീട്ടിലായിട്ട് വന്നിട്ട് നമ്മളുടെ ചാനിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെയായിട്ട് നമ്മുടെ ഹരാൻ പ്ലാൻ ചെയ്യുന്നത് തന്നെ അവൻ്റെ ഒരു സ്വെറ്റർ ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്നാണ്. അങ്ങനെ അവളാണെങ്കിൽ ചാനിൻ്റെ ഫോട്ടോയൊക്കെ നോക്കിയിട്ട് നല്ലൊരു പടം തന്നെ വരയ്ക്കും. അതേസമയം തന്നെ നമ്മുടെ ചാനിനെ കാണിക്കും. അവനും നമ്മുടെ ഹരാനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ആ മിസ്റ്റർ യുന്നെയാണ്. അവൻ കണ്ണുറന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ ഹയോങ് നിൽക്കുന്നു. ഇവളെ കാണുന്ന അവൻ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക എന്ന്. ഉടനെ തന്നെ ഹയോങ് പറയും, നിനക്ക് ഭയങ്കര പനിയായിരുന്നു, ഞാൻ നേരത്തെ ഒരു പാഴ്സൽ തരാൻ വേണ്ടിയിട്ട് വന്നതാ, അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിൽക്കാമെന്ന് വെച്ചു, നിൻ്റെ പനി മാറട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടി കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ മിസ്റ്റർ യൂനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ ജൂനിയറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറയുന്നത് തന്നെ, ഹയോങ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത സമയം മൊത്തം നിന്നെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാ. ഇവിടെയായിട്ട് നമ്മുടെ ഹയോങ് ആയിരുന്നാലും പറയും, ഞാനിപ്പോൾ നിന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവളുടെ മനസ്സിലുള്ള ഫീലിങ്സ് എല്ലാം ഓപ്പൺ ആയിട്ട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടവാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ യൂനാണെങ്കിൽ പറയും, എനിക്ക് നിൻ്റെ അടുത്ത് അങ്ങനെയുള്ള ഒരു ഫീലിങ്സും ഇല്ല എന്ന്. നമ്മളുടെ ഹയോങ് ആണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് അറിയാം. എന്നാൽ നമ്മളുടെ മിസ്റ്റർ യൂനാണെങ്കിൽ അവിടെ തീർത്തും പറയും, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ഫീലിങ്സ് നിൻ്റെ അടുത്ത് ഇല്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹയോങ് നല്ലതുപോലെ ഹേർട്ടാവും. എന്നാലും അവൾ അവിടെ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അവൾ പറയും, കുഴപ്പമില്ല, ഇനി മുതൽ നീ എന്നെ അങ്ങനെ കണ്ടാൽ മതി. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോവും. അവൾ പുറത്തിറങ്ങുന്നതും വിചാരിക്കും, എന്തൊക്കെയായിരുന്നാലും ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു സംഭവമല്ലേ എന്ന് പറഞ്ഞ് അവൾ ഹാപ്പി ആയിട്ട് നടന്നു പോകും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യുഗ്യോമിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലായിട്ടായിരുന്നു. അവൻ്റെ അച്ഛനും അമ്മയൊക്കെ കൂടെയുണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ ഹദാം അവനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതും യുഗ്യോം പറയും, നീ നിൻ്റെ പരീക്ഷയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹദാം ആണെങ്കിൽ പറയും, ഓക്കെ, നീ എന്തായിരുന്നാലും വേഗം തന്നെ സുഖമാവണോ എന്ന്. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നാനയാണെങ്കിൽ ഹരാനെ വിളിച്ചിട്ട് പുതിയൊരു പ്രോജക്റ്റ് കൊടുക്കുന്നതാണ്. ഇവിടെയായിട്ട് ഹരാനെ നല്ല ഡൗട്ടുണ്ട്. അവൾ പറയും, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് ഡൗട്ടാണ് എന്ന്. എന്നാൽ നമ്മളുടെ മുത്തശ്ശി അവളെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്തിട്ട് പറയും, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ടല്ലാണ്ട് ആരെ കൊണ്ടായത് പറ്റുന്നേ എന്ന്. അവിടെ തൊട്ടടുത്തായിട്ട് മിസ്റ്റർ യൂനും ഉണ്ടായിരുന്നു. അവനും നമ്മളുടെ ഹരാനെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ മുത്തശ്ശിയാണെങ്കിൽ അവരുടെ ആ ഒരു ഓഫീസിലായിട്ടിരിക്കുന്ന അലമാര ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണ്. അവരുടെ കയ്യിലായിട്ട് ആ കീയും ഉണ്ടായിരുന്നു. അവരതിൽ നോക്കിയിട്ട് പറയും, എനിക്കിനി അധിക സമയമൊന്നും ഇല്ല എന്ന്. ഈ ഒരു അലമാരയിലാണെങ്കിൽ അവരുടെ ഈ ഒരു കണ്ടീഷനായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഹയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ലിഫ്റ്റിലായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ യൂനും ഉണ്ട്. മിസ്റ്റർ യൂനെ കാണുന്നേ നമ്മുടെ ഹയോങ് അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും എല്ലാം അവൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാൻ തുടങ്ങും. ഇങ്ങനെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയോങ്ങിനെ പറ്റി അവന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മളുടെ മിസ്റ്റർ യൂനാണെങ്കിൽ അതിൽ വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹരാൻ നേരെ കഫേയിലായിട്ട് വരുന്നതാണ്. അവിടെ അവരാണെങ്കിൽ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് കുറെ ഡിസൈനിങ് ഒക്കെ ചെയ്യുമായിരുന്നു. നമ്മുടെ ഹരാന്റെ കയ്യിലായിട്ട് ആ പേന ഇരിക്കുന്ന കാണുന്ന നമ്മുടെ അങ്കിളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അപ്സെറ്റ് ആവും. ഉടനെ തന്നെ ഹരാൻ അവിടെ പറയും, ഇതെനിക്ക് ചാൻ ഗിഫ്റ്റ് തന്നതാ എന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ചാനും അങ്ങ് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രാത്രിയാവുന്നത് നമ്മുടെ ചാനാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ഒരു ഡിസൈനൊക്കെ ചെയ്യുന്നതാണ്. പെട്ടെന്ന് തന്നെ അവനൊരു സ്ഥലത്തിനെ പറ്റി ഓർമ്മ വരും. വേഗം തന്നെ അവനാണെങ്കിൽ നമ്മുടെ ഹരാനെ വിളിച്ചിട്ട് പറയും, ഞാനാണെങ്കിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്തോട്ട് പോകുന്നുണ്ട്, നീയും വരുന്നോ എന്ന്. ഇത് കേൾക്കുന്ന ഹരാനും വരുന്നതെന്ന് പറയും. ആ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ സ്റ്റാർസിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ ഹരാനും ചാനും കൂടെ അവിടെ വന്നിട്ട് നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെ സ്പെൻഡ് ചെയ്യും. നമ്മളുടെ ഹരാനാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ എടുത്തു വെക്കും. അതേപോലെ ചാനാണെങ്കിൽ
അതിൻ്റെ പടവും വരയ്ക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലായിട്ട് അടുത്തൊരു കിസ് നടക്കും. അതേസമയം തന്നെ നമ്മുടെ ചാനിൻ്റെ ചെവിയിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ മെമ്മറീസ് വരാൻ പോകുന്നത് പോലെ. എന്നാൽ നമ്മുടെ ചാനാണെങ്കിൽ ഇതിനെപ്പറ്റി ഒന്നും നമ്മുടെ ഹരാൻ്റെ അടുത്ത് പറയത്തില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്ന രാത്രി സമയം നമ്മുടെ ചാൻ നേരെ കഫേയിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ അങ്കിളും ഉണ്ടായിരുന്നു. അങ്കിളിനെ കാണുന്ന നമ്മളുടെ ചാനാണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് പറയും, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ ഒട്ടും ആഗ്രഹമില്ല, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും. ഉടനെ തന്നെ നമ്മുടെ അങ്കിളാണെങ്കിൽ പറയും, നിനക്ക് എന്തുണ്ടെങ്കിലും എൻ്റെ അടുത്ത് തുറന്ന് പറയാമെന്ന്. അങ്ങനെ നമ്മളുടെ ചാനാണെങ്കിൽ അങ്കിളിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചാൻ ഒരു ഐപാഡ് എടുത്തിട്ട് അതിനകത്ത് ഇവരുടെ ലൈഫിൽ ആദ്യം തൊട്ട് എന്തൊക്കെയാണോ സംഭവിച്ചത് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. അവനാണെങ്കിൽ നല്ലതുപോലെ സ്കെച്ച് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഹരാനും അതേപോലെ ഹേയും കൂടി ചേർന്നിട്ട് കുക്ക് ചെയ്യുന്നതാണ്. ഹദാമാണെങ്കിൽ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതും അവൾ ചോദിക്കും, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ദിവസമാണോ? ഇവിടെയായിട്ട് നമ്മുടെ ഹയോങ് പറയും, ഇന്ന് നിന്റെ എക്സാം അല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരോട് കുക്ക് ചെയ്യുന്നതെന്ന്. ഇവിടെയായിട്ട് ഹദാം പറയും, എന്നെ സംബന്ധിച്ച് അത്ര നല്ല ഡേ ഒന്നും അല്ല, യൂഗ്യോമിനാണെങ്കിൽ കാല് വയ്യാണ്ട് അവനിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുക. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹയോങ്ങും ഹരാനും ചോദിക്കും, അവനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന്. അപ്പം നമ്മുടെ ഹദാം പറയും, അവന് പ്രശ്നമൊന്നുമില്ല, അവൻ ഓക്കെയാണ് എന്ന്. എനിക്ക് എന്തായിരുന്നാലും ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മളുടെ നാനയായിരുന്നാലും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവരിതെല്ലാം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ ഹദാമിനെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയിട്ട് അവളുടെ മുടിയൊക്കെ ചീകി കെട്ടി കൊടുക്കും. അതായത് ഒരമ്മ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ. ഇവിടെയായിട്ട് മുത്തശ്ശിയാണെങ്കിൽ ചോദിക്കും, മോളെ നീ ഓക്കെ അല്ലേ, നീ നല്ലതുപോലെ എക്സാം എഴുതണം കേട്ടോ, എന്തായിരുന്നാലും യൂഗ്യോമിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരിക്കത്തില്ല, നീ അവനെ കണ്ടിട്ട് എക്സാം എഴുതാൻ പോയാൽ മതി. അങ്ങനെ നമ്മളുടെ ഹദാമാണെങ്കിൽ നേരെ യൂഗ്യോമിനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരും. ഹോസ്പിറ്റലിൻ്റെ പുറത്തായിട്ട് നിൽക്കുന്നതും അവൾ കേൾക്കും. അതായത് ഡോക്ടേഴ്സ് അവിടെ പറയുന്നത് യൂഗ്യോമിൻ്റെ കാല് കുറച്ച് സീരിയസ് ആണ്, അവന് സർജറി വേണോ എന്ന്. ഇത് കേട്ട് അവൾ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൾ അകത്തോട്ട് വന്നിട്ട് യൂഗ്യോമിനെ കണ്ട് കരഞ്ഞുകൊണ്ട് പറയും, ഞാൻ ഇന്ന് എക്സാം എഴുതാൻ പോകുന്നില്ല എന്ന്. എന്നാൽ നമ്മുടെ യൂഗ്യോമ് പറയും, നീ അങ്ങനെ പറയരുത്, നീ എക്സാം എഴുതാതിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഗിൽറ്റി ഫീല് എനിക്ക് ലൈഫ് ലോങ് കാണും, നീ എന്തായിരുന്നാലും എഴുതണം, ഞാൻ ഓക്കെയാണ്, എൻ്റെ കൂടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, നീ എക്സാം എഴുതിയിട്ട് നേരെ ഇങ്ങ് വന്നാൽ മതി, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നീ എന്തുമാത്രം പ്രിപ്പയർ ചെയ്തതാ. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ഹദാമാണെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോകും. അതേസമയം തന്നെയായിരുന്നു നമ്മുടെ യൂഗ്യോമിൻ്റെ സർജറി. അവനെ അങ്ങനെ സർജറി റൂമിലോട്ട് കയറ്റും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ മിസ്റ്റർ യൂനെയാണ്. അയാൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു ജൂനിയർ ഇല്ലേ, അവൻ്റെ കോള് വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ട് നമ്മളുടെ ഹയോങ്ങും ഉണ്ട്. ഉടനെ തന്നെ മിസ്റ്റർ യൂനാണെങ്കിൽ ആ ജൂനിയറിൻ്റെ അടുത്ത് പറയും, നീ എന്തായിരുന്നാലും ഹയോങ്ങിനെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ പറഞ്ഞത്, നീ ഡൗട്ടൊന്നും വയ്ക്കണ്ട, ഞങ്ങൾക്കിടയിൽ 0 ചാൻസ് ആണ് ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് നീ അവളെ പെർസ്യൂ ചെയ്യുന്നെങ്കിൽ ചെയ്തോളൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹയോങ് ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോഴും ഇങ്ങനെ ഓരോരോ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ വേഗം തന്നെ അവൻ്റെ ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഡോക്ടർ ആയിരുന്നാലും അവനടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് തന്നെ നീ ഹരാൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്, നിന്റെ മൈൻഡിന് ആവശ്യമില്ലാന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നീ മറന്നിരിക്കുന്നത്, അത് കിട്ടിയെന്ന് വെച്ചിട്ട് നിനക്കൊരിക്കലും സന്തോഷം ലഭിക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് നീ അത് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നൊക്കെ നമ്മുടെ ഡോക്ടർ ആണെങ്കിൽ ചാൻ്റെ അടുത്ത് പറയും. എന്നാൽ അവനെങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ചാൻ നേരെ സൂചിനെ തപ്പി ഇറങ്ങുന്നതാണ്. അവൻ ആ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെ അവസാനം അവനും സൂചനയും തമ്മിൽ കണ്ടുമുട്ടും. ഇവിടെയായിട്ട് നമ്മുടെ ചാനാണെങ്കിൽ സൂചിൻ്റെ അടുത്ത് ചോദിക്കുന്നത് തന്നെ 7 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് സംഭവിച്ചത്, എനിക്ക് ഓർമ്മയില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, നീ എങ്ങനെയാണ് ആ ബ്ലാസ്റ്റ് നടന്നതെന്ന് പറയുമെന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ സൂചനാണെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾ പറയും, 7 വർഷം മുന്നേ നടന്ന കാര്യമില്ലേ, അതിനകത്ത് എനിക്ക് എൻ്റെ ചാനലിനെ നഷ്ടപ്പെടുകയും ചെയ്തു, ഇനി എന്തിനാ അതിനെപ്പറ്റിയൊക്കെ പറയുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ബുക്ക് എടുത്ത് സൂചനയെ കാണിക്കും. എന്നിട്ട് പറയും, ഇതിനകത്ത് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ഈ സൂചന എടുത്ത് വെച്ച് നോക്കുന്നതും അതിനകത്തായിട്ടൊരു കണ്ടെയ്നറിൻ്റെ പടം കാണും. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ പറയും, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്കിതിനെപ്പറ്റി പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പൊക്കളയും. ഇവിടെയായിട്ട് നമുക്ക് ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു പീസ് കാണിക്കും. അതിനകത്ത് നമുക്ക് മനസ്സിലാവും അന്നത്തെ ദിവസം എന്തോ വലിയ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹരാനാണെങ്കിൽ ചാന് വേണ്ടിയിട്ട് ആ കഫേയിൽ വെയിറ്റ് ചെയ്യുന്നതാണ്. അവളാണെങ്കിൽ നമ്മുടെ ചാന് വേണ്ടിയിട്ട് ഇപ്പോൾ വലിയൊരു സ്വെറ്ററൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ. പെട്ടെന്ന് തന്നെ ചാൻ വന്ന് കണ്ടിട്ട് വേഗം തന്നെ അവൾ അവൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലും. അവൻ്റെ മൈൻഡ് അത്ര ശരിയല്ലായിരുന്നു. അവൾ ചോദിക്കും, നിനക്ക് എന്ത് പറ്റിയെന്ന്. എന്നാൽ ചാൻ അവിടെ പറയുന്നത് തന്നെ, നിന്നെ മിസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇത്ര അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത്, അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കഫേയുടെ അകത്തായിട്ട് വരും. ഇവിടെയായിട്ട് നമ്മളുടെ ഹരാനാണെങ്കിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാൻ ചോദിക്കും, നീ എന്താ വരയ്ക്കുന്നതെന്ന്. എന്നാൽ അവൾ പറയും, ഞാനൊരു ബിസിനസ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് നിന്നെ കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ ആ ഫയൽ അങ്ങ് അടച്ചു വയ്ക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ചാനിൻ്റെ മൊബൈലായിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ബർത്ത്ഡേ വിഷസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ
നമ്മുടെ ഹരാന് മനസ്സിലാവും ഇന്ന് ചാൻ്റെ ബർത്ത്ഡേ ആണ്. പെട്ടെന്ന് തന്നെ അവൾ പറയും നമുക്കിന്ന് വല്ല ഡിന്നറും കഴിക്കാൻ പോയാലോ എന്ന് പറഞ്ഞിട്ട് അവനോട് ഇന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹദാമാണെങ്കിൽ യുഗ്യമിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതോ. അവൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹദാമിൻ്റെ എക്സാം ആയിരുന്നാലും അവൾ നല്ലതുപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ യുഗ്യോമ അവളുടെ അടുത്ത് ചോദിക്കുന്നത് തന്നെ എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ. അവൾ പറയും നല്ലതുപോലെ അറ്റൻഡ് ചെയ്തു എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ നാനേനെയാണ്. അവരാണെങ്കിൽ നമ്മുടെ മിസ്റ്റർ യുനെ വിളിച്ചിട്ട് പറയും ഞാൻ ഇന്ന് എൻ്റെ ഗ്രാമത്തിലോട്ട് പോവുകയാണ്, നീ എല്ലാം ഹാൻഡിൽ ചെയ്തോണേ എന്ന്. അങ്ങനെ നമ്മളുടെ നാനയാണെങ്കിൽ ആ കഫേയുടെ അങ്കിളില്ലേ, അങ്കിളുമായിട്ട് ചേർന്ന് ഇവരുടെ പണ്ടത്തെ ആ ഗ്രാമത്തിലായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് വരും. ഇവർ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇരിക്കുന്നത്. പണ്ടത്തെ മരമൊക്കെ കണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ അങ്കിള് പറയും ഞാൻ പോയി നിനക്ക് വേണ്ടിയിട്ട് വല്ല ഡ്രിങ്ക്സും വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നതാ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മളുടെ നാനേനെ കാണത്തില്ല. നാനയുടെ ആ ഒരു സ്കാർഫ് അവിടെ തറയിലായിട്ട് കിടപ്പുണ്ടായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ആയിട്ട് തന്നെ വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഈവൻ ഫോണ് പോലും കൊണ്ടുപോയിട്ടില്ല. നമ്മളുടെ ഈ അങ്കിളാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അതേസമയം തന്നെ നമ്മളുടെ യുഗ്യോമിനൊരു കോള് വരും. വിളിക്കുന്ന ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കാണെങ്കിൽ ഒരു വയസ്സായ ലേഡീനെ കണ്ടുകിട്ടിയിട്ടുണ്ട്, അവർക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല, എന്നാൽ അവരുടെ കഴുത്തിലുള്ള നെക്ലസിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത് എന്ന്. യുഗ്യോമിനാണെങ്കിൽ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഹദാം ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഇവനാണെങ്കിൽ ഹദാമിൻ്റെ അടുത്ത് പറയും എനിക്ക് ഓറഞ്ച് കഴിക്കാൻ തോന്നുന്നു, നീ വാങ്ങിയിട്ട് വരുമോ എന്ന് ചോദിച്ചിട്ട് അവളെ അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് നേരെ നമ്മളുടെ യുഗ്യോമാണെങ്കിൽ ആ മുത്തശ്ശിയുടെ മൊബൈൽ നമ്പറിലായിട്ട് വിളിക്കും. അതെടുക്കുന്നത് നമ്മളുടെ കഫേല അങ്കിളായിരുന്നു. അങ്കിളിൻ്റെ കയ്യിലല്ലേ ഇപ്പോൾ മുത്തശ്ശിയുടെ ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ യുഗ്യോമ പറയും ഞാനാണെങ്കിൽ ഹദാമിൻ്റെ ബോയ് ഫ്രണ്ടാണ്, ഇതേപോലെ ഒരു ലേഡീനെ വിളിച്ചിട്ടുണ്ട്, ഇന്ന സ്ഥലത്തായിട്ട് നമ്മളുടെ ഈ മുത്തശ്ശീനെ കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ അങ്കിളാണെങ്കിൽ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തായിട്ട് എത്തും. എന്നാൽ ഇവിടെ സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ ഈ അങ്കിളിനെ മനസ്സിലാവത്തേ ഇല്ല. മുത്തശ്ശിയോടെ പറയുന്നതന്നെ ഞാനിപ്പോൾ ഭയങ്കര ടയേർഡാണെന്നും പറഞ്ഞിട്ട് അങ്കിളുടെ തോളിലായിട്ട് ചാരി അങ്ങ് കിടക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഹയോങ്ങിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ലേറ്റ് നൈറ്റായിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് വലിയൊരു സംഭവം ഉണ്ടാവും. അവിടെയുള്ള വലിയൊരു ഷെൽഫ് ഇവളുടെ ദേഹത്തായിട്ട് വീഴാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ പെട്ടെന്ന് തന്നെ ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മളുടെ മിസ്റ്റർ യുനാണെങ്കിൽ ഹയോങ്ങിനെ അങ്ങ് രക്ഷിക്കും. ഇവൻ്റെ മുതുകത്തായിട്ടാണ് ആ ഷെൽഫ് വന്ന് വീഴുന്നത്. ഇത് കാണുന്നേ ഹയോങ് ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അവൾ വേഗം തന്നെ മിസ്റ്റർ യുനടുത്ത് ചോദിക്കും നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ നമ്മുടെ ഈ മിസ്റ്റർ യുൻ എപ്പോഴത്തെയും പോലെ തന്നെ പറയും അതെ അതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ മിസ്റ്റർ യുനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നത് ഹയോങ് ഇവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അവൾ അവിടെ പറയും എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ചാനാണെങ്കിൽ ഹരാന് മെസ്സേജ് അയക്കുന്നതാ. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. നമ്മളുടെ ചാൻ പറയും ഞാൻ ഉടനെ തന്നെ അവിടെ എത്തുന്നതായിരിക്കും എന്ന്. ഹരാനായിരുന്നാലും അവന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനാണെങ്കിൽ പഴയ കുറേ ഓർമ്മകൾ വരുന്നത് പോലെ തോന്നും. അവനാണെങ്കിൽ ഇപ്പോൾ കേൾക്കുന്ന സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റർ അടിക്കുന്ന സൗണ്ടായിരുന്നു. ഇത് കേൾക്കുന്നതും അവന് കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അതായത് ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത് നമ്മളുടെ ഹരാൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുന്നത് നമ്മളുടെ ഈ ചാൻ പറയും നീ അതൊന്ന് നിർത്തുവോ, എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആവുന്നു എന്ന്. ഇങ്ങനെ നമ്മളുടെ ചാനിന് ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നതും അവൻ്റെ അവസ്ഥ ഭയങ്കര മോശമാവാൻ തുടങ്ങും. അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നിട്ട് അവന് തല കറങ്ങുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ഹയോങ് ആണെങ്കിൽ മിസ്റ്റർ യുവിനെ പിടിച്ചിരുത്തി സംസാരിക്കുന്നതാണ്. ഇവിടെയായിട്ട് നമ്മുടെ ഹയോങ് അവൻ്റെ അടുത്ത് ചോദിക്കും നീ എന്താ ഇത്രയും നേരമായിട്ട് വീട്ടിൽ പോകാഞ്ഞത്, നിനക്ക് എങ്ങനെ മനസ്സിലായി ഞാനാണെങ്കിൽ ഇപ്പോഴും അവിടെ ഓഫീസിലായിട്ടുണ്ട് എന്ന്. ഉടനെ തന്നെ മിസ്റ്റർ യുൻ പറയും എല്ലാവരും പോയി ലൈറ്റ്സ് എല്ലാം ഓഫാക്കിയാൽ മാത്രമേ ഞാൻ അവസാനം ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകാറുള്ളൂ എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ഹയോങ്ങിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മിസ്റ്റർ യുനാണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ട് ആ ഇല വൃത്തിയാക്കി കൊടുക്കുന്നു, ഇവളുടെ കണ്ണീര് തുറച്ചു കൊടുക്കുന്നു, ഇവക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഹയോങ് ചോദിക്കും നിനക്ക് എന്താ ഇത്രയും നാളായിട്ടും എന്നെ ഒരു പെണ്ണിനെ പോലെ കാണാൻ പറ്റുന്നില്ലേ. ഉടനെ തന്നെ നമ്മുടെ മിസ്റ്റർ യുൻ പറയും ഇല്ല എനിക്ക് നിൻ്റെ അടുത്ത് ഒരു ഫീലിങ്ങും ഇല്ല, നിനക്ക് പകരം നിൻ്റെ അനിയത്തിമാരോ ചേച്ചിമാരോ ആയിരുന്നാൽ കൂടി ഞാൻ ഇതേപോലെ തന്നെ ബിഹേവ് ചെയ്യത്തുള്ളായിരുന്നു, ഞാൻ നിങ്ങളുടെ ഫാമിലീനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഹയോങ് ഭയങ്കരമായിട്ട് തകർന്നു പോകും. അവൾ പറയും ഓക്കെ എനിക്കിനി നിൻ്റെ അടുത്ത് ഒന്നും പറയാനില്ല, നിനക്ക് പോകാം എന്നും പറഞ്ഞിട്ട് അവനെ കൂളായിട്ട് പറഞ്ഞു വിടും. ആ സമയത്ത് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ മിസ്റ്റർ യുനാണെങ്കിൽ ഇവരുടെ ഈ ഒരു ഫാമിലിയിലോട്ട് കുഞ്ഞിലെ തൊട്ടേ വർക്ക് ചെയ്യുമല്ലേ. നമ്മളുടെ മിസ്റ്റർ യുനാണെങ്കിൽ പനി പിടിച്ച് കിടന്ന സമയത്ത് അവൻ അന്നത്തെ ദിവസം ലീവ് എടുക്കും. അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്താണ് ഇവന് മെസ്സേജ് വരുന്നത് നമ്മളുടെ ഹയോങ്ങിൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആക്സിഡൻ്റായി മരിച്ചുപോയി എന്ന്. അങ്ങനെ അവൻ വേഗം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഓടി വരും. വന്ന് നോക്കുമ്പോൾ കാണുന്നത് തന്നെ നമ്മളുടെ ഹയോങ് പുറത്ത് നിന്നിട്ട് പറയുന്നതാ ഞാൻ ഓക്കെയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. ഈ ഒരു ഗിൽറ്റി ഫീല് ഇന്ന് നമ്മളുടെ മിസ്റ്റർ യുവിൻ്റെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇപ്പോഴും നമ്മളുടെ ഹയോങ്ങിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മുടെ ഈ മിസ്റ്റർ യുവിൻ അവിടെ നിന്ന് പോകുന്ന സെക്കൻഡിൽ തന്നെ
ഹയോങ് അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങും. മിസ്റ്റർ യുവിനായിരുന്നാലും കാറിൽ ചെന്നിരിക്കുന്നതും മഴ പെയ്യുന്നത് കണ്ടിട്ട് വേഗം തന്നെ നമ്മളുടെ ഹയോങ്ങിന് കുട കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പരിസരത്തായിട്ട് വരുന്നതാ. ഇവളിരുന്ന് കരയുന്ന കണ്ടിട്ട് മിസ്റ്റർ യുവിനും ഭയങ്കര സങ്കടമാവും. എന്നാലും അവനൊന്നും പറയാൻ റെഡി ആവത്തില്ല. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ഹരാനെയാണ്. അവളാണെങ്കിൽ വിചാരിക്കും ഇത്രയും നേരമായിട്ട് നമ്മളുടെ ചാൻ എന്താ വരാത്തേ എന്ന്. അങ്ങനെ അവൾ കുറേ തവണ നമ്മളുടെ ചാനിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ അവൻ്റെ ഫോൺ കിട്ടത്തേ ഇല്ല. അവസാനം കോൾ ചെയ്യുന്നതും വേറൊരു ലേഡിയാണ് എടുക്കുന്നത്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹരാൻ നല്ലതുപോലെ ടെൻഷനാവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരാൻ നേരെ ഹോസ്പിറ്റലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ ചാനാണെങ്കിൽ കണ്ണ് തുറക്കുന്നതും അവൻ ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക എന്ന്. ഉടനെ തന്നെ ഹരാൻ പറയും ഞാൻ ഡോക്ടേഴ്സൊക്കെ പറഞ്ഞിട്ട് അറിഞ്ഞു നിന്റെ അവസ്ഥ എന്ത് മോശമായെന്ന്. എന്തുകൊണ്ടാണ് നീ അതിനെപ്പറ്റിയൊന്നും എൻ്റെ അടുത്ത് പറയാഞ്ഞേ? നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ. എന്നാൽ നമ്മളുടെ ചാൻ പറയും എനിക്ക് നിൻ്റെ അടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ആദ്യമേ ഞാനൊന്ന് കാര്യങ്ങൾ ക്ലിയർ ആക്കട്ടെ. എന്നിട്ട് ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ചേർത്തിട്ട് നിൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നതായിരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹരാൻ ഭയങ്കര അപ്സെറ്റ് ആവും. അങ്ങനെ അവളാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നതും അവൾ ഇതിനെ പറ്റിയൊക്കെ നല്ലതുപോലെ റിസർച്ച് ചെയ്യാൻ തുടങ്ങും. നമ്മളുടെ ഈ ചാനിൻ്റെ അസുഖത്തിനെ പറ്റിയിട്ടൊക്കെ. അങ്ങനെ നടന്നു വരുന്നതും പെട്ടെന്നൊരു ലേഡീനെ വന്നങ്ങ് ഇടിക്കും. അത് വേറെ ആരുമല്ല നമ്മളുടെ സൂജിൻ തന്നെയായിരുന്നു. അവളുടെ കയ്യിലുള്ളത് നമ്മളുടെ ഹരാൻ്റെ കയ്യിലുള്ള ഈ സാധനങ്ങളെല്ലാം തറയിൽ വീഴും. പെട്ടെന്ന് തന്നെ ഈ സൂജിനാണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് വീണേ ആ പേന എടുത്ത് നോക്കുന്നേയും അതിനകത്ത് ഹരാൻ എന്നുള്ള പേര് കേൾക്കുന്നേ അവൾക്കൊരു കാര്യം ഓർമ്മ വരും. അതായത് പണ്ട് അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ, അവൻ്റെ മുന്നത്തെ ഗേൾ ഫ്രണ്ട് എന്ന് വെച്ചാൽ ഇവള് തന്നെയായിരുന്നു എന്ന്. എന്താന്ന് വെച്ചാൽ ഇവന് വരുന്ന കോളിനകത്ത് ഇവളുടെ ഫോട്ടോ തെളിഞ്ഞു വരുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ സൂചന അതെല്ലാം ഓർക്കും. എന്നിട്ട് അവൾ വേഗം തന്നെ തിരിഞ്ഞു നടക്കാനൊരുങ്ങും. ഇത് കാണുന്നേ നമ്മളുടെ ഹരാനാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് പറയും അയ്യോ പോവല്ലേ, നിങ്ങളുടെ ബ്രേസ്ലെറ്റ് ഇതാ എൻ്റെ കയ്യിലായിപ്പോയി എന്ന്. അങ്ങനെ നമ്മുടെ ഹരാനാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈ നീട്ടുന്നതാ. കറക്റ്റ് സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ചാനും ഓടി വരും. അവൻ നോക്കുമ്പോൾ നമ്മളുടെ ഹരാനും സൂചനും പരസ്പരം നോക്കി നിൽക്കുന്നു. ഇവൻ ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. ഈ സൂചനായിരുന്നാലും നമ്മളുടെ ഈ ചാനിനെ ഇങ്ങനെ തുറച്ചു നോക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.